പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള യു.ഡി.എഫ് ബി.ജെ.പി കൂട്ടുകെട്ടിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച എൽ.ഡി.എഫ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മന്ത്രി വി.എൻ. വാസവന്റെ ഉദ്ഘാടന പ്രസംഗം. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 5 കാര്യങ്ങൾ സർക്കാർ ചെയ്തു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ആ വീട്ടിൽ പോയി വീട്ടുകാരുടെ വിഷമങ്ങളും വേദനകളും അവരുടെ പ്രയാസങ്ങളും കേട്ടു. അതിനോടൊപ്പം ഞങ്ങൾ താതാത്മ്യം പ്രാപിച്ച കുടുംബത്തിനൊപ്പം സർക്കാരുണ്ട് എന്ന ആശയം കൈമാറി. അവർ 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ 3 കാര്യത്തിന് 4 കാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റ് ആലോചിച്ചു കഴിഞ്ഞു. അവർ 3 കാര്യമാണ് ആവശ്യപ്പെട്ടതെങ്കിൽ 5 കാര്യങ്ങൾ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റ് അവരോടൊപ്പം ചേർന്നു എന്ന കാര്യവും ധനസഹായം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യവും പറയുകയാണ്. സേവ് മെഡിക്കൽ കോളേജ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി വി.എൻ. വാസവൻ എണ്ണിപ്പറഞ്ഞത്. സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും രണ്ടുമാകട്ടെ 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുമുള്ള സർജിക്കൽ ബ്ലോക്ക് 1, 2 നമുക്ക് 365 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, അതാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് വന്നു, MRI സ്കാൻ വന്നു, അവിടെ പെറ്റ് സ്കാൻ എടുക്കാനുള്ള സൗകര്യത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ CT എടുക്കാനുള്ള സൗകര്യമായി. ഈ സൗകര്യങ്ങളെല്ലാം വന്നപോലെ തന്നെ നമുക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അണുവിമുക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ 565 ബെഡോടുകൂടി സർജിക്കൽ ബ്ലോക്ക് ഉണ്ടാവാൻ ഇടവന്നത് കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണ്. ആശുപത്രി സൂപ്രണ്ട് TK ജയകുമാറിനെതിരെയുള്ള പ്രതിപക്ഷ അധിക്ഷേപത്തെയും മന്ത്രി വിമർശിച്ചു. ഡോക്ടർ TK ജയകുമാറിനെ പുലഭ്യം പറയാനും അദ്ദേഹത്തെ ഒരുപക്ഷെ സംസ്കാരശൂന്യമായ പദങ്ങൾ പ്രയോഗിച്ച് ആക്ഷേപിക്കാനും മുന്നോട്ട് വന്നത് ഏറ്റവും അപമാനകരമായ ഒരു ദൗത്യമാണ് പ്രതിപക്ഷം ഏറ്റെടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രതിപക്ഷത്തെ ചില ആളുകൾ ചാനൽ ചർച്ചകളിലും അല്ലാതെയും ഡോക്ടർ TK ജയകുമാറിനെ കുറിച്ച് ഈ അനാവശ്യം പറയുമ്പോൾ അത് ആർക്കും ക്ഷമിക്കാൻ, അദ്ദേഹത്തെ അറിയുന്ന ഈ സദസ്സിലുള്ളവർക്കും അല്ലെങ്കിൽ ഈ നാടിന്റെ നാനാഭാഗത്തുള്ള ആർക്കും അത് അംഗീകരിക്കാനും മാപ്പാക്കാനും കഴിയുന്ന കുറ്റമല്ല. ചടങ്ങിൽ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ പങ്കെടുത്തു. യോഗത്തിന് മുന്നോടിയായി 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി പ്രകടനവും നടന്നു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.